അത് നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ നിയന്ത്രിക്കുക എന്നാണ് അതിനർത്ഥം. അതുപോലെ മറ്റ് കണ്ടസ്റ്റന്റിനെ അടിച്ചു താഴ്ത്തുകയും വേറുള്ളവരെ പൊക്കിയും തരം തിരിച്ചുകൊണ്ടുള്ള വർത്താനമൊക്കെ ക്യാപ്റ്റന്റെ ഇടയ്ക്ക് നിന്ന് ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഒരു ക്യാപ്റ്റന് ചേർന്നതല്ല. ക്യാപ്റ്റൻ ആയിട്ടിരിക്കുമ്പോൾ ഒരു വ്യക്തി ഒരു കണ്ടസ്റ്റന്റ് ആയിട്ടിരിക്കുമ്പോൾ ഓക്കെ, എന്ത് വേണേലും ചെയ്യാം. ബട്ട് ഒരു ക്യാപ്റ്റന്റെ സ്ഥാനത്ത് ഇരിക്കുമ്പോൾ ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ട്. പക്ഷെ അതൊന്നും ചെയ്തിട്ടില്ല. ജിതിന് ക്യാപ്റ്റനായിട്ട് ഇരുന്നിട്ട് നല്ലതായിട്ടൊന്നും ചെയ്തിട്ടില്ല. ആസിഫ് പറയൂ. Yo, Kurumbis, you are so beautiful. സൂപ്പർ. തേജ ലക്ഷ്മി ഒന്ന് മ്യൂട്ട് ചെയ്ത് പുറത്തിറങ്ങി പോവോ? ഓക്കെ ആസിഫ്, ജിതിന്റെ ക്യാപ്റ്റൻസി ആയിരുന്നോ അതോ ഇവർക്ക് പറഞ്ഞതുപോലെ മോശം ക്യാപ്റ്റൻസി ആയിരുന്നോ? മോശം തന്നെയാണ്. ജിതിന്റെ ക്യാപ്റ്റൻസി മോശം തന്നെയാണ്. ജിതിന് ഒരു ക്യാപ്റ്റൻ ഡ്യൂട്ടീസ് ഒന്നും ജിതിൻ ചെയ്തിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ജിതിൻ തമാശ രീതിയിലാണ് ക്യാപ്റ്റൻസി മുന്നോട്ട് കൊണ്ടുപോയതെന്ന് എനിക്ക് തോന്നി. ഇപ്പോഴും തമാശ രീതിയിലാണ് എല്ലാം കേൾക്കുന്നത് തോന്നുന്നുണ്ട്. വല്ലാതെ ചിരിക്കുന്നുണ്ട് ജിതിൻ. ഓക്കെ, സീരിയസ് ആയിട്ട് ഒരു ക്യാപ്റ്റൻസി എടുത്തിട്ടില്ല. എന്തോ ഒരു എല്ലാരും ക്യാപ്റ്റൻസിയെ പറ്റി പറയുമ്പോഴത്തേക്ക് താരയുടെ മുഖത്ത് വല്ലാത്തൊരു ഞെട്ടല് കാണുന്നുണ്ട്. എന്ത് പറ്റി? എക്സ്പെക്ട് ചെയ്തില്ലേ? അല്ല, എല്ലാരും അങ്ങ് ജിതിനെ ക്രൂശിക്കുന്ന കണ്ടപ്പോ ഒരു ഞെട്ടല് വന്നു. എന്ത് പറ്റി? അത് ജിതിനോടൊരു പ്രത്യേക സ്നേഹം ഉണ്ടോ? സ്നേഹമല്ല, ഈ ഫോണിൽ കൂടെ വാട്സപ്പിൽ കൂടെ അല്ല ഇത് ചെയ്യുന്നത്. അപ്പൊ അതിൻ്റെതായ ചില ബുദ്ധിമുട്ടുകൾ ജിതിനെ സംബന്ധിച്ച് നല്ല പ്രഷറുണ്ട്. എന്താന്ന് വെച്ചാൽ ജോലി സ്ഥലത്തെ ബോസ് അത് പറയുന്നുണ്ട്. ബോസിന്റെ ഒരു ഭയങ്കരമായ ടോർച്ചറിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ആക്റ്റീവ് ആവാൻ പറ്റാത്തത് ജിതിന്. അതെനിക്ക് മനസ്സിലായി, എന്നോട് പറഞ്ഞായിരുന്നു. ജിതിൻ എന്ന് പറയുന്ന വ്യക്തിയെ പോലെ തന്നെ 19 പേര് ഇവിടെ നിൽക്കുന്നുണ്ട്. എല്ലാവരും ജോലി, എല്ലാവർക്കും തിരക്കുകളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്. ഇവരുടെ ക്രൂ മെമ്പേഴ്സും അതുപോലെ തന്നെയാണ്. എല്ലാവർക്കും ജോലിയും തിരക്കുണ്ട്. അപ്പോ നമുക്ക് എല്ലാത്തിനും പരിമിതികളുണ്ട് അല്ലെ? നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് എപ്പോഴും നമ്മുടെ മുന്നിൽ പരിമിതികളുണ്ടാവും. അതിന് മേലെ നിന്ന് കാര്യങ്ങൾ എപ്പോഴും ചെയ്ത് വിജയത്തിലേക്ക് എത്തിക്കാനാണ് ശ്രമിക്കേണ്ടത് അല്ലെ? ഓക്കെ, സുബിത് ക്യാപ്റ്റൻ ചെയ്യണുണ്ടോ? ചിറ്റിനേട്ടന്റെ ക്യാപ്റ്റൻസി വളരെ മോശമായിരുന്നു. വളരെ മോശം വെച്ചാൽ വളരെ മോശം. ചില ആൾക്കാർക്ക് വേണ്ടി ഫെയർ ചെയ്ത് സംസാരിക്കുന്ന പോലെ, ഇപ്പം എക്സാമ്പിളായിട്ട് നമ്മളിപ്പം ഡിബേറ്റ് ടാസ്ക് നടന്ന സമയത്ത് ആ ഡിബേറ്റ് ടാസ്കിൽ അജ്മൽക്കും പ്രിൻസ് ഏട്ടനും തമ്മിലുള്ള ഇതിൽ തന്നെ നമുക്ക് വളരെ വ്യക്തമായിട്ട് അജ്മൽക്ക പറയാത്ത പല കാര്യങ്ങളും അജ്മൽഖാനെ പ്രിൻസ് ഏട്ടൻ പറയാത്ത പല കാര്യങ്ങളും പുള്ളി തന്നെ വാക്കുകൾ ഉണ്ടാക്കിയിട്ട് പറയുക. ഇങ്ങനെയാണ് അങ്ങനെയാണെന്നുള്ള രീതിയിൽ പറയുക. ചിലർക്ക് ഫേവറായിട്ട് നിൽക്കുക. അപ്പൊ എന്ത് പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അവരങ്ങോട്ട് അടി ഉണ്ടാക്കട്ടെ, പ്രശ്നമില്ല, ഞാൻ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല, എന്നെ ബാധിക്കുന്ന കാര്യമില്ല എന്നുള്ള രീതിയിൽ എടുക്കുന്ന ഒരു ക്യാപ്റ്റനാണ്. അവര് പ്രശ്നം ഉണ്ടായിക്കോട്ടെ. ഒരു പ്രശ്നം നടന്ന സമയത്ത് പുള്ളി പറഞ്ഞതാ, അവർ പ്രശ്നം ഉണ്ടായിക്കോട്ടെ, കുഴപ്പമില്ല, അത് പ്രശ്നമൊക്കെ ഉണ്ടാവണ്ടേ, ബിഗ് ബോസ് ഹൗസ് അല്ലേന്ന്. അത് ശരിക്കും ഒരു ക്യാപ്റ്റന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ട ഒരു വാക്കും കാര്യങ്ങളൊന്നും അല്ല പുള്ളിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നത്. ആദ്യത്തെ ഒരു ദിവസം ഞാൻ വിചാരിച്ചു നല്ലൊരു ക്യാപ്റ്റൻസി ആയിരിക്കും, നല്ലൊരു പ്ലെയർ ആയിരിക്കും. പക്ഷെ ക്യാപ്റ്റൻസിയാണ് പുള്ളിനെ മോശമാക്കിയത്. ഓക്കെ, ജിതിൻ സംസാരിക്കാൻ പറ്റോ? ജിതിൻ ഓഡിബിൾ ആണോ? എത്തിയിട്ട് ഞാൻ സംസാരിക്കാം, എല്ലാത്തിനും മറുപടി ഞാൻ തരുന്നതാണ്. മറുപടി നൽകാൻ സാധിക്കട്ടെ. ഇനി വരുന്ന ഓരോ ക്യാപ്റ്റനും ഈ മോശമായിട്ടുള്ള കാര്യങ്ങൾ തിരുത്തി ഹൗസിൽ നല്ലൊരു ക്യാപ്റ്റനായിട്ട് മാറാൻ സാധിക്കട്ടെ. പിന്നെ മറ്റൊരു കാര്യത്തിലേക്ക് പോകാം. ഇവിടെ വന്നിട്ട് നിങ്ങള് വഴക്കുകളും വണക്കങ്ങളും ഒക്കെ ഉണ്ടായ സമയമുണ്ട്. എല്ലാവർക്കും സങ്കടങ്ങളൊക്കെ ഉണ്ടായ നിമിഷങ്ങളുണ്ട് അല്ലെ? ഒരു വിഷമം, ദേഷ്യം, ഫ്രസ്ട്രേഷൻ ഒക്കെ ഉണ്ടായ ഒരുപാട് സമയങ്ങളുണ്ട്. ആ സമയത്ത് നമ്മളിപ്പോ പുറത്ത് നമുക്ക് ചിലപ്പോൾ ഒരുപാട് ബന്ധങ്ങൾ ഉണ്ടാവും അല്ലെ? പക്ഷെ നമ്മൾ ഈ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ, നമ്മൾ ചെയ്യുന്ന ഷോയില് നമുക്ക് കിട്ടുന്ന ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഓരോ പേഴ്സൺസ് ഉണ്ടാവും. അവിടെ നമ്മൾ പോലും അറിയാണ്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ലവ് കോംബോ ഒക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോ ജിതിന്റെയും മഷിന്റെയും എല്ലാവരുടെയും ചിരിയില് വ്യക്തമാണ് എല്ലാം. ഞാൻ ചോദിക്കാൻ പോണ കാര്യം എന്താണെന്നും ആരെ കുറിച്ചാണെന്നൊക്കെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ടെന്ന് തോന്നുന്നു.
അപ്പോ ചിന്ത ഇതിനകത്ത് വന്ന് കേറിയപ്പോൾ മുതല് ചിന്തയുടെ ഒരു ബ്ലഷിംഗ് ആയിട്ടുള്ള ഫേസ് കാണുന്നുണ്ട്. സരിത, ഞാനത് പറഞ്ഞപ്പോ സരിതയുടെ മൊത്തം കണ്ടു. നിങ്ങൾ ലവ് കോപ്പാണ് മുന്നോട്ട് വെക്കോണ്ടിരിക്കുന്നത്. ഞങ്ങൾ നേരെ സംസാരിച്ചിട്ട് പോലുമില്ല. പക്ഷെ കണ്ണുകളോട് സംസാരിക്കുന്നുണ്ടല്ലോ. ഏതാ ഞാൻ കേട്ടില്ല. ആര്യനെ കാണുന്നുള്ളൂ, ഞാൻ സരിതേനെ കാണുന്നില്ല ഈ വീഡിയോയില്. ഓക്കെ, സരിത പക്ഷെ വല്ലാതെ ചിന്തയുടെ പേര് വിളിക്കുമ്പോൾ തന്നെ സരിത വല്ലാതെ ചിരിക്കുന്നുണ്ട്. ഒരു ഫ്രണ്ട്ഷിപ്പ് കോംബോ ആണോ ലവ് കോംബോ ആണോ എന്നൊന്നും അറിയത്തില്ല. ഒരു ലവ് കോംബോ ഫ്രണ്ട്ഷിപ്പ് കോംബോ ഒക്കെ വന്നു കഴിഞ്ഞാൽ സക്സസ് ആയി പോകുന്ന തോന്നുന്നുണ്ടോ? ഞങ്ങൾ രണ്ടുപേരും നേരെ സംസാരിച്ചിട്ടില്ല. അതിന് ശേഷമാണല്ലോ ഫ്രണ്ട്സും ബാക്കിയൊക്കെ കാര്യങ്ങളിലേക്ക് പോകുന്നത്. അതെനിക്ക് മനസ്സിലായി. ഇവിടെ ഞാൻ വന്നപ്പോ, അതായത് ഇതിന്റെ സ്റ്റാർട്ട് ചെയ്തപ്പോ തന്നെ ചിന്തയുടെയും സരിതയുടെ ഫേസ് ഒക്കെ കണ്ടിരുന്നു. നിങ്ങള് വെർച്വലായിട്ട് സംസാരിക്കാറില്ല, കണ്ണുകൾ കൊണ്ട് നിങ്ങൾ സംസാരിക്കുന്നുണ്ട്, ഒരുപാട് ഞാൻ സംസാരിക്കുന്നുണ്ട്. സീരിയസ് ആയിട്ട് പറയാം, എനിക്ക് സരിതേനെ കാണുന്നില്ല. സരിത ആ സ്പേസിലല്ല, ഞാൻ നിൽക്കുന്നിടത്ത് സരിത ഇല്ല. സ്ക്രോൾ ചെയ്ത് പോകേണ്ടി വരും. ഓക്കെ, ഒരിക്കലും ഒരു ലവ് കോംബോ ഒന്നുമല്ല, ചുമ്മാ വെറുതെ പറയണ ലവ് കോംബോ ഒന്നുമല്ല. എനിക്ക് ഇവിടെ ഒരു കോംബോ എന്ന് പറയാനായിട്ട് ഞാൻ പറയാം, എനിക്ക് ഒരു ഫ്രണ്ട് കോംബോ ആയിട്ട് എനിക്ക് അജ്മലിനെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരു കോംബോ ആയിട്ട് എനിക്ക് എന്റെ ബ്രദർ കോംബോ ആയിട്ട് അശ്വിനും ഉണ്ട്. ഈ 2 കോംബോ എനിക്കുള്ളു, വേറെ ഇല്ല. ഫ്രണ്ട്ഷിപ്പ് കോംബോ ആണോ ലവ് കോംബോ ആണോ? ഞങ്ങൾ ഇതുവരെ ഫ്രണ്ട്സ് പോലും ആയിട്ടില്ല. ചിലർക്കന്നെ ഒരുപാട് സംസാരിക്കുന്നവരെക്കാളും കൂടുതൽ സംസാരിക്കാത്തവർ തമ്മിലാണ് പല എന്താ പറയാ സന്ദേശങ്ങളും കൈമാറുന്നത് അല്ലെ? ആസിഫ്, ഒരിക്കലും അല്ല. ആസിഫ്, ആസിഫ്, കേൾക്കുന്നുണ്ട്. ഹലോ. ആസിഫ് എങ്ങോട്ടെങ്കിലും പോയോ ഇതിന്റെ ഇടയ്ക്ക്? പോയിട്ടൊന്നുമില്ല, ഇവിടെ തന്നെ ഉണ്ട്. എനിക്കിവിടെ കോംബോ ഒന്നും ഇല്ല, ഞാൻ ഒറ്റയ്ക്ക് തന്നെ കളിക്കുന്നത് ഇവിടെ. ഒരു സ്പെഷ്യൽ ഇഷ്ടം അല്ലെങ്കിൽ ഒരാള് വരുമ്പോ ഞാൻ ഹാപ്പി ആണ്, അല്ലെങ്കിൽ ആ ആള് വരുമ്പോ എനിക്ക് സംസാരിക്കാൻ ഒരാള്, ഒരു സന്തോഷം തോന്നത്തില്ലേ? ആ ആളല്ലേ ഇത്, അങ്ങനെ ആരെങ്കിലും ഉണ്ടോ ഇവിടെ? കൊറേ ആ, വണ്ടി കൊറേ പേരെ വന്നിട്ടുണ്ട്. അങ്ങനെ കൊറേ പേരുണ്ടല്ലേ? അതുണ്ട്, കൊറേ പേരുണ്ട്. എല്ലാരും എടുത്ത് പറയാൻ. പേര് പറയണോ? സ്നേഹ, സ്നേഹ, എന്തോ ഹലോ. എനിക്കൊരു അവസരം സ്നേഹ, ഇതിനെപ്പറ്റി സംസാരിക്കാൻ എനിക്കൊരു അവസരം തരണേ. ഒരു മിനിറ്റ് പറഞ്ഞോ. ഒരു മിനിറ്റ് സ്നേഹ, എനിക്കൊരു അവസരം തരുമോ ഇത് ഈ കോംബോയെ പറ്റി സംസാരിക്കാൻ? എല്ലാവർക്കും അവസരം കൊടുക്കട്ടെ, തരാം. അവിടെ ഇരുന്നോളൂ, വിളിക്കാം. ഒന്ന് റിലാക്സ് ആയിട്ട് എത്ര സംസാരിക്കട്ടെ, അവസരം തരാം. സ്നേഹ, എന്തോ കൊണ്ടുവരുന്നുണ്ടോ? ഇല്ലല്ലോ, ആസിഫാണോ ജിതിനാണോ? ആരുമില്ല, ഞാൻ ഒറ്റയ്ക്ക് തന്നെ കളിക്കാണ്. ആരുമില്ല, എല്ലാരും എന്നെ നല്ല ഫ്രണ്ട്സ് തന്നെയാണ്. ഇവിടെ കോമൺ ശ്രമിക്കുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ടോ? അപ്പൊ തോന്നിയായിരുന്നു, പിന്നെ അവൻ എല്ലാരടുത്തും അങ്ങനെയൊക്കെ തന്നെ തോന്നി. ജിതി എല്ലാരും ലവ് ഉണ്ടാക്കാൻ വരുന്നവരാണ് അല്ലേ? അങ്ങനെ ജിതിന്റെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നുണ്ട്. വേറെ ആരെങ്കിലും ഇവിടെ ഒരു കോമൺ ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ഒരു ലവ് കോംബോ കണ്ടന്റ് സൃഷ്ടിക്കുന്ന പോലെ? ഇല്ല. ഓക്കെ, മനു, ഹലോ, ഇവിടെ ഈ ഫസ്റ്റ് ആരോപണം വന്ന ഒരാളുടെ കൂട്ടത്തിലുള്ളതാണ് ഞാന്. കേറാട്ടായി ആണോ? അപ്പം അല്ല, ഞാൻ അങ്ങനൊന്നുമല്ല. നമ്മളിവിടെ ഫസ്റ്റ് ഡേ വന്ന് തുടങ്ങി ആദ്യമായിട്ട് സംസാരിച്ചു തുടങ്ങുന്ന സരിത എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റന്റ് ആയിട്ടാണ്. വളരെ ക്ലിയർ ആയിട്ട് പറയാലോ, ഇപ്പോഴും എനിക്ക് അതേ സൗഹൃദവും കാര്യങ്ങളും ഒക്കെ എൻ്റെ മനസ്സിലുണ്ട്. ഞാൻ അവരുമായിട്ട് സൗഹൃദത്തിലൊക്കെ പോകാൻ സാധിക്കുന്നു. പക്ഷെ ഇവിടെ പലരും അതിനെ ഒരു ലവ് കോംബോയിലേക്ക് അതിനെ ടോൺ തിരിച്ച് മാറ്റിയപ്പോൾ ഞാനൊരു ഫാമിലി മാനാണ്. എനിക്ക് ഭാര്യയുണ്ട്, 2 മക്കളുണ്ട്. ഇത് എൻ്റെ വീട്ടുകാരും ഈ ഷോ ഞാൻ പങ്കെടുക്കുന്ന സമയത്തെല്ലാം എൻ്റെ ഫാമിലി എൻ്റെ കൂടെ ഉണ്ട്. ഇവിടെ പലരും ഇത് ചർച്ച ചെയ്യുമ്പോൾ എൻ്റെ ഫാമിലിയിൽ ഈ ഒരു വിഷയം ഇഷ്യൂ ആകുകയും വന്നു. ഞാൻ അതുകൊണ്ടാണ് അതിനകത്തുനിന്ന് കഴിവതും ഞാനത് ഒഴിവാക്കാൻ വേണ്ടി നോക്കിയത്. അപ്പം ഞാനിത് പ്രേക്ഷകർക്ക് കൊടുക്കുന്ന ഒരു ക്ലാരിറ്റിയാണ്, അല്ലാതെ വേറൊന്നും കൊണ്ടല്ല. ഞാനൊരു ഫ്രണ്ട്സിനെ
ഇതാക്കുന്ന ഒരു കാര്യങ്ങളല്ല. എന്റെ ഫാമിലി ജീവിതത്തിലേക്ക് ഇത് പലരും അതെ, ഇവിടെ ഇത് പലരും ഒരു കണ്ടന്റ് ചെയ്യുമ്പോ എല്ലാവർക്കും ഒരു ലൈഫ് പലതും സംസാരിക്കുമ്പോ പല വാക്കുകൾ അത് നമ്മുടെ ഉപയോഗിക്കുമ്പോ ഫാമിലി ജീവിതത്തിൽ സംസാരിക്കുന്ന പല സരിത എന്റെ ഒരു വാക്കുകൾ ഫ്രണ്ടാണ്. ഞാൻ എന്നും നല്ലൊരു ഫ്രണ്ടായിട്ട് പോകാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഉപയോഗിക്കുമ്പോ പക്ഷെ ഇവിടെ ആവശ്യമില്ലാത്ത ചർച്ചകൾ വരുമ്പോൾ അത് നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനത് കൂടുതൽ ഒഴിവാക്കാൻ ശ്രമിച്ചത് എന്ന് പറഞ്ഞ എന്റെ ക്ലാരിറ്റി ചെയ്യണം. സരിത മ്യൂട്ട് ചെയ്യാം. ഒരു കാര്യം സരിത മ്യൂട്ട് ചെയ്യാം. ഓക്കെ മനു. ഓക്കെ. അപ്പൊ ഇവിടെയുള്ള മറ്റ് നമ്മുടെ കണ്ടസ്റ്റന്റുകൾ ഇത് ആവശ്യമില്ലാത്തൊരു ലൈനിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചു. അപ്പൊ അത് എനിക്കത് ബാധിക്കണ്ടായി. കാരണം എന്റെ ഫാമിലി ഞാനിവിടെ പങ്കെടുക്കുന്ന ലൈവായിട്ട് അവരെന്റെ കൂടെ, എന്റെ മക്കളുണ്ട്, എന്റെ ഭാര്യ, ഇതെല്ലാം കണ്ടും കേട്ടും ഒക്കെ ഇരിക്കുകയാണ്. പലരുടെ വർത്തമാനമായിട്ടും പലരായിട്ട് ഞാൻ ഇന്ററാക്ട് ചെയ്യുന്നതും കാര്യങ്ങളെല്ലാം കണ്ടും കേട്ടിരിക്കുകയാണ്. അപ്പൊ അത് ഇവിടെ എന്റെ ഹൗസിൽ അത് ചോദ്യം ചെയ്യുന്ന ഒരു തരത്തിലേക്ക് വന്നപ്പോൾ എനിക്കത് ഒഴിവാക്കണമെന്ന് തോന്നി. കാരണം അത് സരിതയെ ഒഴിവാക്കുന്നല്ല, ഇങ്ങനെ ഒരു കോംബോ ഒഴിവാക്കണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ മനു ആ രീതിയിലേക്ക് പോയത്. മത്സരിക്കുമ്പോ ഇത് ഒരു മിനിറ്റ് സിരാജരാ ഞാൻ കളഞ്ഞിട്ടുണ്ട് അത് സംഭവം കളഞ്ഞിട്ടുണ്ട്. പക്ഷെ നമുക്ക് അറിയാവുന്ന ഒരു പേരിലാ കയറി വന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇനി ഒരാളെ കേട്ടതില്ല. നമുക്ക് അറിയാവുന്ന ഒരു പേരിലാ കയറി വന്നത് കേട്ടോ. നാളെ തൊട്ട് ഓഡിയൻസിനെ കേട്ടാൻ പോണേല്ല. ഇല്ല ഓഡിയൻസ് ഇല്ല. നാളെ മുതൽ ഓഡിയൻസ് ഇല്ല. ഓക്കെ കാര്യങ്ങളൊക്കെ മനസ്സിലായി. കാര്യങ്ങൾ നടക്കട്ടെ. അതിലെ മിണ്ടാതിരുന്നേ ഞാൻ. കാര്യങ്ങൾ നടക്കട്ടെ. ഓക്കെ. നമ്മളിപ്പോ ഒരു ഷോയിൽ നിൽക്കുന്നതാണ്. ആ ഷോയിൽ എല്ലാവർക്കും ഒരു ഫാമിലി ഉണ്ട്. നമ്മൾ പലപ്പോഴും ഷോയിൽ നമ്മൾ നേരിട്ട് കണ്ടിട്ടുണ്ട്. പലരുടെ കരിയർ തന്നെ ഇല്ലാതായി പോകുന്ന രീതിയിലുള്ള പലരുടെയും വാക്കുകളും പ്രവൃത്തികളും അല്ലെ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് കഴിഞ്ഞിട്ടൊരു ലൈഫ് ഉണ്ട്. അപ്പൊ നിങ്ങൾ പെരുമാറുന്ന രീതി, നിങ്ങൾ ഉപയോഗിക്കുന്ന വാക്കുകൾ, പലപ്പോഴും വാക്കുകൾ, നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ കൈവിട്ട് പോകുന്നുണ്ട് അല്ലെ. അപ്പൊ അതൊക്കെ എപ്പോഴും ശ്രദ്ധിക്കുക. ബന്ധങ്ങൾ എപ്പോഴും നല്ല രീതിയിൽ കൊണ്ടുപോകാൻ ശ്രമിക്കുക. അത് നിങ്ങളുടെ ഒരു ഫാമിലി ഇഷ്യൂയിലേക്ക് പോകാതെയും ഒരു വ്യക്തിഹത്യയിലേക്ക് പോവാതിരിക്കാൻ ശ്രമിക്കുക. ഇവിടെ നിങ്ങൾ 19 പേര് നിങ്ങൾക്കെതിരെ മത്സരിക്കുന്ന നിങ്ങളുടെ എതിരാളികളാണ്. പക്ഷെ ആ എതിരാളികൾക്ക് കൊടുക്കേണ്ട മര്യാദ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ മര്യാദ കൊടുത്ത് മത്സരിക്കുന്നവനാണ് യഥാർത്ഥ മത്സരാർത്ഥി എന്ന് പറയുന്നത്. അല്ലാതെ എതിരാളിയെ വീഴ്ത്താൻ എന്തും മോശമായ രീതിയിൽ ശ്രമിക്കുന്ന ഒരാൾ നല്ലൊരു മത്സരാർത്ഥി അല്ല. നമ്മൾക്ക് എപ്പോഴും ആരോഗ്യപരമായ രീതിയിലുള്ള മത്സരങ്ങളാണ് വേണ്ടത്. അപ്പോ നിങ്ങൾ സംസാരിക്കുന്ന രീതികൾ എപ്പോഴും സൂക്ഷിക്കുക. അജ്മൽ, ഞാൻ വീടെത്തി. അജ്മൽ നാട്ടിലെ ഭാഷയാണെന്നൊക്കെ പറയുന്നത് കേട്ടു. മാനം എന്ന് പറയുന്നത് പരിസരബോധമാണെന്ന്. അങ്ങനെ ഒരു അർത്ഥമുണ്ടോ? എന്റെ നാട്ടിൽ അവരെങ്ങനെ, ഞാൻ കാസർഗോഡ് ലാംഗ്വേജ് വ്യത്യാസമുണ്ട്. എന്താ അജ്മൽ പറയുന്ന കാര്യം ക്ലിയർ ആവുന്നില്ല. ഞാൻ ഒരു കാസർഗോഡുകാരനാണ്. എന്റെ കാസർഗോഡിലെ ഭാഷയ്ക്ക് വ്യത്യാസങ്ങളുണ്ട്. നാണവും മാനവും ഇല്ലാതെ ഞങ്ങളുടെ നാട്ടിൽ അതിന് വിശേഷിപ്പിക്കുന്ന പരിസര ബോധം കാര്യങ്ങളില്ലാണ്ട് എന്തൊക്കെയോ വിളിച്ചു സംസാരിക്കുന്നതിനെ മാനം എന്ന് പറയുന്നത്. പക്ഷെ ഞാൻ അത് ഒരു തെറ്റായി വ്യാഖ്യാനിക്കുന്നത് കൊണ്ട് ആ വ്യക്തിയോട് സോറി പറഞ്ഞിട്ടുണ്ട്. നമ്മള് ചിലപ്പോ എല്ലാവരുടെയും ഭാഷകൾ മനസ്സിലാവണമെന്നില്ല അല്ലെ. അത് പറയുന്ന ആളും അത് കേൾക്കുന്നവരും അത് മനസ്സിലാക്കി ആളെ തിരുത്താൻ ശ്രമിക്കുക. റഷയ്ക്ക് എന്താ പറയാനുള്ളത്? റഷ, അജ്മൽ സോറി പറഞ്ഞല്ലേ, ക്ഷമിച്ചോ? അജ്മൽ വാക്ക് പറഞ്ഞു, അത് തെറ്റായിട്ടുള്ള കാര്യമാണ്. നമ്മൾ എന്താ പറയാ, ഒരു എല്ലാ നാട്ടിലെയും ഭാഷ ഒരുപോലല്ല, എല്ലാ നാട്ടിലെയും ഭാഷയുടെ അർത്ഥവും ഒരുപോലെ അല്ല. പല വാക്കുകളും നാട് മാറുന്നതിനനുസരിച്ച് അർത്ഥം മാറുന്നുണ്ട് അല്ലെ. അപ്പൊ നമ്മളൊരു ഷോയിൽ വന്ന് നിൽക്കുന്നതാണ്. അത് മനസ്സിലാക്കി സംസാരിക്കുക. പിന്നെ അത് പറയുന്ന വ്യക്തിയെ സ്നേഹത്തോടെ തിരുത്തി കൊടുക്കാൻ ശ്രമിക്കുക. റഷ, പിന്നെ ഈ മാനം എന്നുള്ള വാക്കിന് ഞാൻ ദിവ്യ പിള്ളേ, ഇത് അവസാനത്തെ വട്ടം ഞാൻ പറയുക. ഓഡിയൻസ് ഞാൻ എടുത്ത് റിമൂവ് ചെയ്യാം എല്ലാത്തിനും. നടക്കട്ടെ. കുഴപ്പമില്ല. ദിവ്യപിള്ള പുറത്ത് പോയിട്ടുണ്ട്. നടക്കട്ടെ. ഇതിപ്പോ കാര്യം തന്നാല് ഇനി നമുക്ക് കണ്ടസ്റ്റൻസിനെ മാത്രമേ വെച്ച് ചെയ്യുന്നുള്ളൂ. ഓഡിയൻസ് ഇല്ല. ഓക്കെ. കാര്യങ്ങൾ നടക്കട്ടെ. ഈ മാനം എന്ന് പറഞ്ഞ വാക്കിന് ഒരൊറ്റ അർത്ഥമേ ഉള്ളൂ. അത് എല്ലാ നാട്ടിലും അങ്ങനെ തന്നെയാണ്. ഞാൻ അങ്ങനെയാണ് കേട്ടിട്ടുള്ളത്. ക്ഷമിച്ചോ സുനേഖ് സോറി പറഞ്ഞിട്ടാന്ന് തോന്നുന്നു. ഇപ്പോഴാ വിഷമം ഉള്ളിലുണ്ടോ? വിഷമുണ്ട്. കാരണം എന്താ വെച്ചാൽ ഞാനൊരു
ഞാൻ പാട്ട് പാടുന്നു, ഞാൻ പിന്നെ വെറുപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്, ഞാൻ മാനമില്ലാത്തവൾ എന്നൊക്കെ പറഞ്ഞ ഇത് എന്റെ വീട്ടുകാരും എന്റെ ഹസ്ബൻഡും ഒക്കെ കാണുന്ന ഒരു പരിപാടിയാണ്. അപ്പൊ എനിക്ക് ഇതിന്ന് ക്വിറ്റ് ചെയ്യേണ്ടി വരും, അങ്ങനത്തെ അവസ്ഥ വരെ ഉണ്ടാവും. അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, കാരണം ഞാനിവിടെ എന്താണ് പാട്ട് പാടുന്നത് എന്റെ ഒരു എന്റർടൈൻമെന്റ് ആണ്. ഞാനിവിടെ അത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ അവരത് കേൾക്കണ്ട, അവരതിനെ റെസ്പോണ്ട് ചെയ്യണ്ട. പിന്നെ അങ്ങനെ ചെയ്താൽ മതി, അല്ലാതെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരാളെ ഇതാക്കരുത്. ഓക്കെ, ആരായാലും അജ്മലിനോട് മാത്രമല്ല എല്ലാവരോടും പറയാണ്. എല്ലാവരും പലപ്പോഴും സംസാരിക്കുന്ന രീതി തന്നെ വേറെയാണ്. അജ്മൽ ആയാലും അജ്മൽ നമ്മളുടെ അർത്ഥങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിലും ഒന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു കാര്യം പറയുമ്പോൾ ഒന്ന് പ്രസന്റ് ചെയ്യുമ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ ശ്രമിക്കുക. ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം സംസാരിക്കാം. India, fuck India. I hate India. I hate fucking India. Fuck India, bitch ass nigger. Lenny, Sirajada. Nigger. ഫേക്ക് അക്കൗണ്ടാ, ഫേക്ക് അക്കൗണ്ടാ, ഫേക്ക് അക്കൗണ്ട്. അതിനെ റിമൂവ് ചെയ്യേ. ചെയ്യാം നമ്മളെ റെനിയാന്ന് വെച്ചിട്ടാ കയറ്റിയത്. മാറ്റേ ഓക്കെ, ശരി മാറ്റിയിട്ടുണ്ട്. ഇനി എന്തായാലും ഒരാളെ പോലും കേട്ടുന്നില്ല. അജ്മൽ സംസാരിച്ചോ? ഞാൻ പറഞ്ഞ വാക്കിന് തെറ്റായിട്ട് കുറെ ആൾക്കാരെ വ്യാഖ്യാനിച്ചത്, ഞാൻ അതിന്റെ റീസൺസ് പറഞ്ഞു, എന്റെ നാട്ടിലെ ലാംഗ്വേജിന്റെ കാര്യങ്ങൾ പറഞ്ഞു, റീസൺസ് പറഞ്ഞ് അവരോട് ക്ഷമാപണം നടത്തിയിട്ടുണ്ട്. അത് സ്വീകരിക്കാൻ പറ്റുമെന്നെങ്കിൽ അത്രയും നല്ലതായിരുന്നു. എന്റെ ഭാഗത്ത് നിന്ന് പറ്റിയൊരു തെറ്റായി പോയി എങ്കിൽ. ഓക്കെ, ഇനി അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവാതിരിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ മത്സരാർത്ഥികൾക്ക് നിങ്ങളുടെ ഓക്കെ പറ. ഇവിടെ ഈ അജ്മൽ എന്ന വ്യക്തി പുറത്ത് പൈസ കൊടുത്തിട്ട് എനിക്ക് വോട്ട് തരൂ എന്നൊരു സംഭവം ചെയ്താൽ ഞാൻ അറിഞ്ഞു. ഓക്കെ, അതിനോട് സംസാരിക്കാൻ വർഷ. അജ്മൽ, ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടെ ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം വാക്കുകൾ ഉപയോഗിക്കുക. ബാക്കിയുള്ളവർക്ക് എതിരാളികളെ നമുക്ക് തന്ത്രപരമായി വീഴ്ത്താം അല്ലെ, പക്ഷെ അവരെ പേഴ്സണലി ഹേർട്ട് ചെയ്യുന്ന രീതിയിലോ സൈബർ ബുള്ളിങ്ങോ അല്ലെങ്കിൽ അവരുടെ ഫാമിലി ലൈഫിനെ തന്നെ ബാധിക്കുന്ന രീതിയിൽ സംസാരിക്കാതിരിക്കാൻ ശ്രമിക്കുക. ഇവിടെ നിൽക്കുന്ന ഓരോ വ്യക്തിയും നിങ്ങളെപ്പോലെ തന്നെ ജീവിതമുള്ള മനസ്സെന്ന് പറഞ്ഞ ഒന്നുള്ള ഓരോ കണ്ടസ്റ്റന്റ് ആണ്. എല്ലാവർക്കും ഹേർട്ട് ചെയ്യും പല കാര്യങ്ങളും. അപ്പൊ നിങ്ങൾക്ക് വാക്കുകൾ കൊണ്ട് പോരാടാം, പക്ഷെ അത് ആരോഗ്യപരമായിട്ടായിരിക്കണം. ഇനി അജ്മൽ, ഇത് ലാസ്റ്റ് വാർണിംഗ് ആണ്, പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് സംസാരിക്കുക. അജ്മലിന് മാത്രമല്ല ഇവിടെ പലരോടുമാണ് പറയുന്നത്. നിങ്ങൾ സംസാരിക്കുന്ന രീതി നിങ്ങളൊരു ഷോയിലാണെന്നും ഒരുപാട് പേര് ഇത് കാണുന്നുണ്ട്. നിങ്ങളുടെ ക്യാരക്ടറിനെയാണ് വിലയിരുത്തുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. നിങ്ങളാണ് അവിടെ മോശം വ്യക്തിയാവുന്നത്, അത് ആരെയാണോ നിങ്ങൾ വിളിക്കുന്ന അവരല്ല. അജ്മൽ, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ? ഇല്ല, ഒന്നും പറഞ്ഞില്ലല്ലോ. മുഖത്തെ ഭാവങ്ങൾ കണ്ട് തോന്നിയതാണ്. ഓക്കെ അജ്മൽ, അപ്പൊ അജ്മലിനോട് മാത്രല്ല ഇവിടെ അജ്മൽ മ്യൂട്ട് ചെയ്യാം. അജ്മൽ മാത്രല്ല ഇവിടെ പലരും സംസാരിക്കുന്ന രീതികള്, ഉപയോഗിക്കുന്ന ഭാഷകളൊക്കെ വളരെ മോശമായിട്ട് പലപ്പോഴും തോന്നാറുണ്ട്, മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയൊന്നും ഇനി ഉണ്ടാവാതിരിക്കുക. അജ്മൽ ഇപ്പൊ ക്ഷമ പറഞ്ഞു, ഇനി അങ്ങനെ ഒരു ക്ഷമ പറയാനുള്ള ഒരു അവസരം പോലും ആർക്കും കൊടുക്കത്തില്ല. അപ്പൊ അത് മനസ്സിലാക്കുക. ഓക്കെ, ഒരു ഷോർട്ട് ബ്രേക്ക്. ഓക്കെ, വെൽക്കം ബാക്ക്.
മഴവിൽ ബിഗ് ബോസ് സീസൺ 1 പ്രസന്റഡ് ബൈ ടീം മഴവിൽ. ഞാൻ നിങ്ങളുടെ ആർവി. അപ്പോ നോമിനേഷൻ അല്ലേ, നമ്മളുടെ ബിഗ് ബോസ് ഹൗസിലെ ആദ്യത്തെ ഒരു എവിക്ഷൻ. ഹലോ, ഒരു കാര്യം പറയട്ടെ, ഞാൻ വീടെത്തിയിട്ടുണ്ട്. എനിക്ക് സംസാരിക്കാൻ പറ്റുമോ എന്നുള്ളതൊന്ന് പറയണേ. പെട്ടെന്ന് സംസാരിക്കാൻ ജിതിൻ പറ്റും. ജിതിൻ 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 ജിതിനോട് ചോദിച്ച ചോദ്യത്തിന് നാളെ സംസാരിക്കാം. നാളെ സമയം തരുന്നതായിരിക്കും. ഓക്കെ അപ്പോൾ ഇപ്പൊ നമുക്ക് ഓക്കെ ഓക്കെ. നാളത്തെ എപ്പിസോഡിൽ നിങ്ങൾ അവൈലബിൾ ആകാം, മാക്സിമം അവൈലബിൾ ആകാൻ ശ്രമിക്കുക. ഇപ്പോ നമ്മളുടെ എവിക്ഷൻ പ്രക്രിയ ഇവിടെ ആരംഭിക്കുകയാണ്. അപ്പോ എവിക്ഷനിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട കണ്ടസ്റ്റൻസ് എല്ലാം ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യുക. നിങ്ങളുടെ വീഡിയോയിലല്ല, ഒരു ഓപ്ഷൻ ഉണ്ട്, ഹാൻഡ് റൈസ് ചെയ്യുക ആരൊക്കെയാണെന്നുള്ളത്. ആ വീഡിയോ എല്ലാരും ഓൺ ആക്കിക്കോ. മഹാദേവ് വീഡിയോ ഓൺ ആക്കാം, ആസിഫ് വീഡിയോ ഓൺ ആക്കാം. എല്ലാവരും ഒന്ന് എവിക്ഷനിലുള്ള എല്ലാവരും ഒന്ന് പേര് പറഞ്ഞു. എവിക്ഷനിലുള്ളവരെല്ലാരും ഒന്ന് പേര് പറഞ്ഞേ. ചിന്ത, അപ്പൊ മനു. മനു, ഓക്കെ. മനു, റഷ, ചിന്ത, താര. ഓക്കെ. അജ്മൽ, പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? ഈ 6 ദിവസം ഇവിടെ പൂർത്തീകരിക്കുമ്പോ പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? പ്രേക്ഷകരോട് പറയാൻ എന്നെ വോട്ട് ചെയ്തിട്ട് വിജയിപ്പിച്ചിട്ടുണ്ട്. എന്തെങ്കിലും നല്ല കാര്യങ്ങൾ കണ്ടിട്ടായിരിക്കും. എന്റെ ഭാഗത്ത് തെറ്റുകൾ പറ്റിയിട്ടുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. ഗെയിം 5 ദിവസം കഴിഞ്ഞിട്ടുള്ളൂ. എന്നാ കഴിയുന്ന പോലെ ഞാൻ ഈ ഗെയിമിൽ കൊടുത്തിട്ടുണ്ട്. ഇത്ര ദിവസം എന്നെ കണ്ട് ഇഷ്ടപ്പെട്ട് എന്നെ മുന്നിലോട്ട് പോകാൻ വേണ്ടി വോട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരോടും നന്ദി. എന്ത് തോന്നുന്നു? നിക്കുമെന്ന് തോന്നുന്നുണ്ടോ, പോകുമെന്ന് തോന്നുന്നുണ്ടോ? ഒന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ല. നിൽക്കാനും നല്ലത്, പോവാനും നല്ലത്. ഓക്കെ. റഷ, ഞാന് എന്താ പറയാ, ഇവിടെ പലർക്കും എന്നെ ഇഷ്ടമല്ല, പലരും എന്നെ പുറത്താക്കാൻ നോക്കുന്നുണ്ട്. ഞാൻ ഭയങ്കര വെറുപ്പിക്കലാണ്, പാട്ട് പാടി വെറുപ്പിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ എനിക്ക് എന്റെ ഒരു എന്റർടൈൻമെന്റ് രീതിയിൽ അത് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ വാട്സപ്പ് വോയിസ് അല്ലേ, നമ്മളിപ്പോ നേരിട്ട് കണ്ടോണ്ടിരിക്കുകയാണെങ്കിൽ വേറെ പലതും നമുക്ക് ചെയ്യാമായിരുന്നു. ആക്ടിങ്, മോൺ ആക്ടിങ്, മിമിക്രി. ഇപ്പൊ വാട്സപ്പിലായതുകൊണ്ട് നമുക്ക് ഒരു പാട്ട് പാടുക, അതൊക്കെ എന്റെ ഒരു എന്റർടൈൻമെന്റ് പോലെ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ പ്രേക്ഷകരുടെ ഒരു ഇഷ്ടം നമുക്ക് വേണം അതിൽ നിൽക്കാന്നുണ്ടെങ്കിൽ. അവർക്ക് ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഔട്ടാവും. ഇഷ്ടം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ റഷയ്ക്ക് എന്താ തോന്നുന്നേ, പോകുമെന്ന് തോന്നുന്നുണ്ടോ? എനിക്ക് അങ്ങനെ തോന്നണമൊന്നുമില്ല. എന്തായാലും ഞാൻ എന്താണ് ആഗ്രഹം? എന്താണ് ആഗ്രഹം? നിക്കണം എന്നാണ്. ഓക്കെ. ആഗ്രഹം നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ചിന്ത, അരുവി, എന്താണ് പറയാനുള്ളത്? എവിക്ഷനിൽ വന്ന് നിൽക്കുകയാണ്, പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? ഞാൻ ഈ ഒരാഴ്ച വളരെ നന്നായിട്ട് ഗെയിം കളിച്ചു, ടാസ്കിലൊക്കെ പെർഫോം ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് എങ്കിൽ എനിക്ക് വോട്ട് ചെയ്ത് മുന്നോട്ട് പോകാൻ അനുവദിക്കുക. എനിക്കതാണ് പ്രേക്ഷകരോട് പറയാനുള്ളത്. നിൽക്കുമെന്ന് തോന്നുന്നുണ്ടോ? എന്റെ ആഗ്രഹം കപ്പടിക്കണമെന്ന് തന്നെയാണ്. അപ്പോ നിർത്തുമെന്ന് വിശ്വസിക്കുന്നു. ഇപ്പൊ എങ്ങനെയാണ് നമ്മൾ ചെയ്ത പ്രവൃത്തികൾ പുറത്തു പോയെന്നൊന്നും അറിയത്തില്ല. അപ്പൊ അത് നോക്കാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. നെക്സ്റ്റ് ആരാണ്? താര. പിന്നെ എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്. എല്ലാ ദിവസവും നിൽക്കും എന്ന് തന്നെയാണ് 100% ഞാൻ വിശ്വസിക്കുന്നത്. താര ഇവിടെ നിന്ന് കേറുമ്പോ, താരെ നമ്മൾ ആദ്യമായിട്ട് കാണുമ്പോ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു വുമൺ. ഇവിടെ ഉള്ള എല്ലാവർക്കും ഒരു ഒത്ത എതിരാളി, അല്ലെങ്കിൽ ഇവിടെ താരയ്ക്ക് എതിരായിട്ട് ഒരാളുണ്ട് എന്ന് തോന്നാത്ത വിധം അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ആയിട്ടാണ് ഫീൽ ചെയ്തിരുന്നത്. ആ ഒരു താര ഇവിടെ കാണാൻ സാധിക്കുന്നില്ല. ഇപ്പൊ എവിക്ഷനിൽ വന്ന് നിൽക്കുന്നു. എന്താ തോന്നുന്നേ? ഞാൻ അധികം ആരെയും വെറുപ്പിക്കാൻ പോകുന്നില്ല. എല്ലാരും പറയുന്ന അമ്മ മനസ്സ് കളിക്കുന്നു അങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. എനിക്ക് ആരെയും കയറി അറ്റാക്ക് ചെയ്യണമെന്നോ പിന്നീന്ന് കുത്തണമെന്നോ അങ്ങനെ ഒന്നും ഞാൻ ഇവിടെ കാണിക്കുന്നില്ല. അതുകൊണ്ടായിരിക്കും ഒരു പക്ഷെ ഞാൻ ഭയങ്കര മനസ്സുകൊണ്ട് സ്ട്രോങ് ആണെങ്കിലും ആരെയും അറ്റാക്ക് ചെയ്യാൻ പോകുന്നില്ല, പിന്നിൽ നിന്ന് കുത്താൻ പോകുന്നില്ല. ഭയങ്കര ജെന്യൂൻ ആയിട്ട് മുന്നോട്ട് പോകുന്നു. അതുകൊണ്ട് ശത്രുക്കളും ഇല്ല, എന്നെയും അറ്റാക്ക് ചെയ്യാൻ വലുതായിട്ട് വരില്ല. പിന്നെ കുറച്ച് വാക്കുകൊണ്ടൊക്കെ എന്തെങ്കിലുമൊക്കെ പറയാം, അത് പറഞ്ഞോട്ടെ, ഗെയിം സ്ട്രാറ്റജിയാണ്. പക്ഷെ എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്. എല്ലാ ദിവസവും ഇവിടെ എവിഷനി വരാതെ രക്ഷപ്പെടും എന്ന് നല്ല ഉറപ്പുണ്ട്. ഇടപെട്ടോട്ടെ?
താര എലിമിനേഷൻ ഉണ്ടോ? താര എലിമിനേഷൻ അല്ല. താര എന്തിനാ താര വിളിച്ചത്? താര എലിമിനേഷൻ അല്ല. എലിമിനേഷൻ ഉള്ള താര സ്വയമേവ എലിമിനേഷനിൽ വന്ന് പോകണമെന്ന് ആഗ്രഹിച്ച് നിൽക്കുകയാണോ? എന്താ താരയ്ക്ക് പോകണമെന്ന് അത്രയ്ക്ക് ആഗ്രഹമായിട്ട് നിൽക്കുകയാണോ? ഇതിനകത്ത് എലിമിനേഷൻ ഉള്ള കണ്ടസ്റ്റന്റ് എലിമിനേഷൻ ഇല്ലാത്ത കണ്ടസ്റ്റന്റ് സ്വന്തമായിട്ട് അറിയാത്ത ആൾക്കാരാണ് ബിഗ് ബോസ് കളിക്കാൻ വരുന്നത്. നിങ്ങൾക്ക് നിങ്ങളെ ബാച്ച് നമ്പർ നിങ്ങൾ എലിമിനേഷൻ ഉണ്ടോ ഇല്ലയോ എന്ന് പോലും അറിയാതാണ് നിങ്ങൾ നിൽക്കുന്നത്. അല്ല അറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക. നിങ്ങൾക്ക് നിങ്ങളെ എവിക്ഷൻ അറിയത്തില്ല.